ക്ഷേത്രവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ നാട്ടിലെ 2 പൊന്നോമനകൾ, ഞങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന 2 കുഞ്ഞുങ്ങൾ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ ഇതുപോലെ വലിയ ആഘോഷ പരിപാടി നടത്തുക എന്ന് പറയുന്ന അനുചിതമാണെന്നൊരു തോന്നൽ കമ്മിറ്റി അംഗങ്ങളെല്ലാവരും പരസ്പരം സംസാരിച്ചു. നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അവർ സ്വന്തം മക്കളെ പോലെ തന്നെ അത്ര സ്നേഹത്തോടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനിയും ജ്വലിക്കുന്ന ഓർമ്മകളായി ഈ സഹോദരങ്ങളായ ശ്രീനാഥും ശ്രീലക്ഷ്മിയും ഈ നാടിനേറെ പ്രിയപ്പെട്ടവരായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 7 പാലായിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ അകാലത്തിൽ പൊലിഞ്ഞ ഈ 2 സഹോദരങ്ങളോടുള്ള ആദര സൂചകമായും കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നും അവർ ജീവിച്ചിരുന്ന നാട്ടിലെ ചേരപ്പാടി കിഴക്കേക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളും ഘോഷയാത്രയുമൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ് സംഘാടകർ. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആദ്യം ഓടിയെത്തിയിരുന്ന 2 സഹോദരങ്ങളാണ് അകാലത്തിൽ വിട പറഞ്ഞത്. ഗാനമേളയടക്കമുള്ള കലാപരിപാടികളാണ് ക്ഷേത്രം ഭാരവാഹികൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്ക് സമീപം ചേനപ്പാടിയിലാണ് ഈ ക്ഷേത്രമുള്ളത്. NSSൻ്റെ നേതൃത്വത്തിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ജയൻ ആർ നായർ അക്കാര്യങ്ങളെപ്പറ്റി നമ്മളോട് വിശദീകരിക്കും. ചേനപ്പാടി കിഴക്കേക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനപ്പൂര മഹോത്സവം ഈ വരുന്ന മാർച്ച് മാസം 28, 29, 30, 31 തീയതികളിലായിട്ട് നടത്തുവാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയും അതിനനുസരിച്ച് കലാപരിപാടികളും പ്രോഗ്രാംസും എല്ലാം തന്നെ ബുക്ക് ചെയ്യുകയും നമ്മൾ നോട്ടീസ് തയ്യാറാക്കി പ്രസ്സിലെത്തിക്കുകയും ചെയ്തിരുന്നു. പ്രിൻറ്റിങ് ജോലികൾ ആരംഭിച്ചിരുന്നു. ഈ സമയത്താണ് വളരെ യാദൃച്ഛികമായിട്ട് നമ്മുടെ ക്ഷേത്രവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ നാട്ടിലെ 2 പൊന്നോമനകൾ, ഞങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന 2 കുഞ്ഞുങ്ങൾ പാലാ കടപ്പാട്ടൂർ ബൈപ്പാസിലുണ്ടായൊരു റോഡപകടത്തിൽപ്പെട്ട് മരണമടയുന്നത്. അപ്പോൾ ആ ഒരു വിയോഗം എന്ന് പറയുന്ന ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയൊരു തീരാ ദുഃഖമാണ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ ഇതുപോലെ വലിയ ആഘോഷ പരിപാടി നടത്തുക എന്ന് പറയുന്ന അനുചിതമാണെന്നൊരു തോന്നൽ കമ്മിറ്റി അംഗങ്ങളെല്ലാവരും പരസ്പരം സംസാരിച്ചു. അതിനെ തുടർന്ന് നമ്മൾ ഈ വലിയ രീതിയിൽ തയ്യാറാക്കിയിരുന്നൊരു പ്രോഗ്രാം പൂർണ്ണമായിട്ടും റീഷെഡ്യൂൾ ചെയ്യുകയും ക്ഷേത്ര ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ മാത്രമായി പരിമിതപ്പെടുത്തിക്കൊണ്ട് ഉത്സവം നടത്തുന്നതിനൊരു തീരുമാനം എടുക്കുകയാണ് ഉണ്ടായത്. നമ്മൾ ആദ്യ ദിവസങ്ങൾ മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസം തിരുവാതിര, കൈകൊട്ടിക്കൊളി അങ്ങനെയുള്ള പരിപാടികളാണ് സ്റ്റേജ് പ്രോഗ്രാമായിട്ട് നിശ്ചയിച്ചിരുന്നത്. 2ാം ദിവസം നമ്മുടെ ഈ മലബാറിലെ വളരെ പ്രചാരത്തിലുള്ള തെയ്യം, ആ തെയ്യം എന്ന് പറയുന്നതിൻ്റെ തീച്ചാമുണ്ടി, കണ്ഠാകർണൻ എന്ന് പറയുന്ന 2 തെയ്യ കോലങ്ങൾ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്ത് അത് നടത്തുവാനായിട്ടുള്ള പ്ലാനാണ് ചെയ്തിരുന്നത്. 3ാം ദിവസം നമ്മളൊരു സംഗീത കച്ചേരിയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള കൊച്ചുകുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമുകളുമൊക്കെയാണ് നിശ്ചയിച്ചിരുന്നത്. 4ാം ദിവസം നമ്മൾ ഒരു ഗാനമേള, അത് ഒരു മാസ്റ്റർ വോയിസ് എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ ഗാനമേളയാണ് ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം തന്നെ നമ്മൾ ഈ ബുക്ക് ചെയ്തിരുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. ഈ നാട്ടിൽ ഇങ്ങനെ വലിയ ദുരന്തം സംഭവിച്ചതായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും നമ്മളോട് സഹകരിക്കാൻ തയ്യാറാകുകയും അവർ നഷ്ടപരിഹാരം ഒന്നുമില്ലാതെ തന്നെ ഇനിയിപ്പോൾ ഒരു 1.5 മാസത്തോളം സമയമുണ്ട് അവർക്ക് വേറെ പ്രോഗ്രാം കിട്ടാനുള്ള സാധ്യതയും, കൂടാതെ അടുത്ത വർഷത്തെ പ്രോഗ്രാമിന് അവരെ പരിഗണിക്കണമെന്നുള്ളൊരു ചെറിയൊരു ആവശ്യം കൂടി പറഞ്ഞുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും അത് ക്യാൻസൽ ചെയ്യാനായിട്ട് തയ്യാറാകുകയാണ് ഉണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളിലും വളരെ സജീവമായി ഇടപെട്ടിരുന്നൊരു കുടുംബമാണ് ഈ ശ്രീലക്ഷ്മിയുടെയും ശ്രീനാഥിൻ്റെയും കുടുംബം. അപ്പോൾ സന്തോഷം ഒക്കെ, അതായത് ഈ കുട്ടികളുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് 2016 ഇവിടെ ഒരു ഭാഗവത സപ്താഹം നടന്ന സമയത്ത് രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ രുക്മിണിയുടെ വേഷമിട്ടത് മരിച്ചുപോയ ശ്രീലക്ഷ്മിയാണ്. അതുപോലെ തന്നെ ആ ഒരു പരിപാടി കൂടാതെ തന്നെ നമ്മുടെ ഇവിടെ എല്ലാ പ്രോഗ്രാംസിലും, ക്ഷേത്രത്തിലായാലും ഈ നാട്ടിലാണെങ്കിലും നടക്കുന്ന എല്ലാ പൊതു കാര്യങ്ങളിലും വളരെ സജീവമായി ഇടപെടുന്ന ഒരു കുടുംബവും ഈ കുട്ടികൾ പ്രത്യേകിച്ചും. നമ്മളെവിടെ കണ്ടു കഴിഞ്ഞാലും അവർ നമ്മളോട് സ്നേഹത്തോടു കൂടി ഒരു വാക്ക് സംസാരിക്കാതെ പിരിയുന്ന കുട്ടികളല്ല. അപ്പോൾ ആ കുട്ടികളോടുള്ള ഒരു ആദരവും ആ കുടുംബത്തോടുള്ള നമ്മുടെ ഒരു കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാംസ് എല്ലാം വേണ്ടാന്ന് നോക്കുകയും അവരെ ഇപ്പോൾ അവശേഷിക്കുന്ന ഏക അംഗമെന്ന് പറയുന്ന കുട്ടികളുടെ അമ്മ ശ്രീജയാണ്. അവരെ ഇനിയൊരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയൊരു ഉത്തരവാദിത്വം കൂടി നമ്മൾ അവരോട്, ആ കുടുംബത്തോടും സമൂഹത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി ഇപ്പോൾ നിൽക്കുന്നത്. കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഘോഷയാത്ര അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒരു താലപ്പൊലി ഘോഷയാത്ര നമ്മൾ എല്ലാ വർഷവും ഒരു വലിയ ഘോഷയാത്ര നമ്മൾ ഈ ഇവിടെ അടുത്ത് തന്നെയുള്ള ചേനപ്പാടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും
ഒരു ഘോഷയാത്ര നടത്താറുള്ളതാണ്. അത് നമ്മൾ ഈ കുട്ടികളുടെ വീടിൻ്റെ തൊട്ടുവാതിൽ കൂടിയാണ് കടന്നു വരുന്നത്. അപ്പോൾ ഇവരെല്ലാ വർഷവും ഘോഷയാത്രയിൽ സജീവമായിട്ട് പങ്കെടുക്കും. എങ്കിൽ പോലും അവരവിടെ ആ വീടിൻ്റെ വാതിൽ വിളക്കുമൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതിനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഘോഷയാത്രയും പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് നടക്കുന്ന ആചാരപരമായ ചടങ്ങുകൾ, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, അതുപോലെ തന്നെ ശ്രീഭൂതബലി, പിന്നെ ഒരു ഉദയാസ്തമന പൂജ, പിന്നെ പൊങ്കാല, പ്രസാദകൂട്ട്, ഇതെല്ലാം വളരെ ലളിതമായ രീതിയിൽ തന്നെ എന്നാൽ ആചാരപരമായിട്ടുള്ള ആ ചടങ്ങുകൾക്ക് ഒട്ടും ഗംഭീരം കുറയാത്ത രീതിയിൽ നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചത്. നമ്മുടെ ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമുക്കൊരിക്കലും മറക്കാം. നമ്മുടെ വീട്ടിലെ രണ്ട് കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ്. അത് നമുക്ക് ഒരാൾക്ക് തോന്നുന്നതല്ല, നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അവർ സ്വന്തം മക്കളെ പോലെ തന്നെ അത്ര സ്നേഹത്തോടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള യാതൊരു ഇതുമില്ലാതെ വളരെ സ്നേഹത്തോടെ വളർന്നു വന്ന രണ്ട് കുട്ടികളും നമ്മളോടുള്ള പെരുമാറ്റം, എല്ലാവരോടുമുള്ള പെരുമാറ്റവും സ്നേഹവും. പിന്നെ നമുക്ക് അമ്പലത്തിൽ കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അമ്പലത്തിലെ ഏത് കാര്യത്തിലും അവർ മുൻപന്തിയിലുണ്ടായിരുന്നു. ജോലി സംബന്ധമായി മാറി നിൽക്കുന്ന സമയത്താണെങ്കിലും ക്ഷേത്രത്തിലെ എല്ലാ അനുഷ്ഠാന പരിപാടികളിലും അവരുടേതായ പങ്കാളിത്തം ഉണ്ടാവാൻ അവർ ശ്രദ്ധിക്കാറുണ്ട്, ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് കൂടി തീരുമാനിച്ചാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ, ക്ഷേത്ര ചടങ്ങുകൾ മാത്രം മതി, കലാപരിപാടികളൊന്നും വേണ്ട എന്നുള്ളത്. ഈ കുട്ടികൾ അച്ഛൻ്റെ ഒരു പെട്ടെന്നുണ്ടായ മരണം, ആ കുടുംബത്തെ തകർത്ത് കളഞ്ഞാണ്. പക്ഷേ ഈ കുട്ടികളുടെ ഒരു നിശ്ചയദാർഢ്യമാണ് ആ കുടുംബത്തെ പിടിച്ച് കരകയറ്റി കൊണ്ടുവരണമെന്നുള്ള. ഇവർ രണ്ടുപേരും അവരുടേതായ ശ്രമങ്ങൾ കഠിനമായി ശ്രമിച്ച് ജോലി ചെയ്ത് ആ കുടുംബത്തിന് ഒരു താങ്ങും തണലുമായി ഒരു കരയിലെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയെ ആണെങ്കിലും അവരതുപോലെ നല്ലപോലെ നോക്കി, അമ്മയ്ക്ക് ഒറ്റപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എറണാകുളത്തു നിന്നാണെങ്കിലും ഇവിടെ വന്ന് അമ്മയോടൊപ്പം കിട്ടുന്ന സമയങ്ങളൊക്കെ ചിലവഴിച്ച് ബാക്കി ദിവസങ്ങളിൽ അമ്മ കാഞ്ഞിരപ്പള്ളൊരു ടെക്സ്റ്റൈൽസ് ജോലിക്ക് പോകുന്നത്. അതും അമ്മ ഒറ്റപ്പെട്ട് വീട്ടിൽ മറ്റു ചിന്തകളായി വിഷമിച്ച് പോകാതിരിക്കാൻ വേണ്ടി കുട്ടികളായിട്ട് തന്നെ മുൻകൈ എടുത്ത് അമ്മയെ അവിടെ ജോലിക്ക് വിട്ടു. ബാക്കി അമ്മയെ അവർ പൊന്നുപോലെ നോക്കി വരുന്നതിനിടയ്ക്കാണ് ഇങ്ങനൊരു ദുരന്തം കൂടെ ഉണ്ടായത്. ശ്രീനാഥാണെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, കെമിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞു, അപ്രന്റീസ്ഷിപ്പ് ചെയ്തു. MRFിൽ കഴിഞ്ഞ ദിവസം ജോലിക്ക് ചേർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ പ്രതീക്ഷയോടെ അവർ രണ്ടും ചേർന്ന് ആ കുടുംബത്തെ കരകയറ്റി മുന്നോട്ട് പോകാൻ വ്യക്തമായ പ്ലാനിങ്ങോട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലേറെ കഷ്ടമെന്ന് പറയുന്നത് ശ്രീലക്ഷ്മിയുടെ വിവാഹം നിശ്ചയിച്ച് ഏപ്രിൽ മാസം 2-ാം തീയതി വിവാഹം നടക്കേണ്ടതായിരുന്നു. അതിനെക്കുറിച്ചും ആ കുഞ്ഞുങ്ങൾക്കും ആ വീട്ടുകാർക്കുമൊക്കെ ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിലച്ചിരിക്കാതെ വന്ന ഈ ദുരന്തത്തിലൂടെ അതെല്ലാം പെട്ടെന്ന് ഇല്ലാതാവുകയാണ് ചെയ്തത്. ആ സങ്കടത്തിൽ നമ്മൾ തീർച്ചയായും നമുക്ക് അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക, അവരെ ഇനി അമ്മയെ കൈപിടിച്ച് മുന്നേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ഇങ്ങനെ ഈ ഒരു തീരുമാനത്തിലേക്ക് മാറ്റിയത്. ക്ഷേത്രകാര്യങ്ങളിൽ മാത്രമല്ല നാടിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഓടിയെത്തിയിരുന്ന രണ്ട് യുവ സഹോദരങ്ങളാണ് ശ്രീനാഥും ശ്രീലക്ഷ്മിയും. നല്ല നിലയിൽ പഠിച്ച് ജോലി സമ്പാദിച്ച് കുടുംബം പുലർത്തി വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അപകടം അവരുടെ ജീവൻ കവർന്നെടുക്കുന്നത്. നാടിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഓടിയെത്തുമായിരുന്ന രണ്ടുപേരെയും ഇപ്പോഴും ഈ നാട്ടുകാർക്ക് മറക്കാൻ കഴിയുന്നില്ല. ശ്രീലക്ഷ്മിയുടെ വിവാഹം വരുന്ന ഏപ്രിലിൽ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. ഇനിയും ജ്വലിക്കുന്ന ഓർമ്മകളായി ഈ യുവ സഹോദരങ്ങൾ ഈ നാടിൻ്റെ ഇവരുടെ മനസ്സിൽ ജീവിക്കും. ക്യാമറമാൻ ജിതിനൊപ്പം CR ഷാബ്, മറുനാടൻ മലയാളി, കോട്ടയം.